ഹലോ ഗായ്സ്, ഡൈകാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ Bburago 1/24 ഫെറാറി F12 ബെർലിനെറ്റയുടെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. Bburagoയുടെ ഒരു ബോക്സിലാണ് നമ്മുടെ കാറുള്ളത്. ഫ്രണ്ടിൽ തന്നെ Bburagoയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. പാക്കേജിങ്ങിൻ്റെ ഒരു ബാക്കിൽ Bburagoയുടെ ഫെറാറി 1/24 മറ്റ് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. പാക്കേജിങ് കുറച്ച് ചളിങ്ങിയിരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഏകദേശം 1600 രൂപയ്ക്കാണ് ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ബോക്സിനുള്ളിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് കാർ വരുന്നത്. തുറക്കുമ്പോൾ നല്ല പ്രീമിയം ഫീലാണുള്ളത്. ശരിക്കും ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് ചുറ്റുമുള്ളൊരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. ശരിക്കും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ അടിയിൽ ഇവർ 2 സ്ക്രൂ വെച്ച് കാർ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഇനി നമുക്ക് റിവ്യൂ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് കൊടുക്കാതെ ഒരു പ്രൊജക്ടറും DRLും കാണുന്ന രീതിയിൽ ഒരു ഡീറ്റെയിലിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായി ഗ്രില്ലും നടുക്ക് ഫെറാറിയുടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ ലോഗോനെ കാവാലിനോ റംപാൻറ്റെ എന്നാണ് ഫെറാറി വിളിക്കുന്നത്. അതൊരു ഇറ്റാലിയൻ വേർഡാണ്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് എന്ന് വെച്ചാൽ പ്രാൻസിങ് ഹോഴ്സ് എന്നാണ്. ഇനി ഗ്രില്ലിൻ്റെ 2 സൈഡിലാക്കി കൊടുത്തിരിക്കുന്ന ഇത് ആക്ച്വലി ഒരു എയർ ഇൻടേക്ക് ഫ്ലാപ്പാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന ടൈമിൽ ഈ ഫ്ലാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും അതുവഴി എയർ പാസ് ചെയ്ത് ബ്രേക്കിനെ കൂൾ ചെയ്യുകയും ചെയ്യും. ഇതിനെ ആക്റ്റീവ് ബ്രേക്ക് കൂളിംഗ് സിസ്റ്റം എന്നാണ് ഫെറാറി വിളിക്കുന്നത്. ഇനി ബോണറ്റിൻ്റെ 2 സൈഡിലായി കൊടുത്തിരിക്കുന്ന ഇതും ഒരു എയർ ഇൻടേക്ക് തന്നെയാണ്. ഇതുവഴി എയർ ഡ്രോൺ ചെയ്യുകയും ഈ സൈഡിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. ഇതുവഴി ഒരു ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുകയും ഡ്രാഗ് കുറയ്ക്കുകയും ചെയ്യും. ഇതിനെ എയറോ ബ്രിഡ്ജ് എന്നാണ് ഫെറാറി വിളിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ എയറോഡൈനാമിക് ആയ ഒരു ക്യാരക്ടർ ലൈൻ കാണാം. പിന്നെ ഫെൻഡറിൽ ഫെറാറിയുടെ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. ഇനി താഴെയായി പിനിൻഫെറീന എന്നൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിനിൻഫെറീന ആക്ച്വലി ഒരു ഡിസൈനിങ് കമ്പനിയാണ്. പിനിൻഫെറീനയുടെ സഹായത്തോടെയാണ് ഫെറാറി F12 ബെർലിനെറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി സൈഡിൽ നോക്കുവാണെങ്കിൽ 2 വീലിലും റെഡ് കളറിൽ കാലിപ്പർ കൊടുത്തിരിക്കുന്നത് കാണാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാലിപ്പർ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി റിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും സ്പോർട്ടി ആയിട്ടുള്ള ട്വിൻ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടെയിൽ ലാമ്പിൻ്റെ കേസിൽ തീരെ പ്ലെയിൻ അല്ലാത്ത ചെറിയ രീതിയിൽ ഒരു ഡീറ്റെയിലിംഗ് ഉള്ളൊരു ടെയിൽ ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെ നടുവിലായി കാണുന്നത് റിയർ ഫോഗ് ലൈറ്റ് ആണ്. ഇത് F1 കാറിലെ റെയിൻ ലൈറ്റിനോട് സിമിലർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ബെർലിനെറ്റയിൽ ആക്ച്വലി ഒരു 12 ഡോട്ട്സ് ആണ്. അതേപടി 12 ഡോട്ട്സ് Bburago ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെയാണ് ബെർലിനെറ്റയുടെ റിയർ ബാക്കപ്പ് ക്യാമറ വരുന്നത്. റിയർ വിൻഷീൽഡിനുള്ളിൽ കൂടെ നോക്കുമ്പോഴത്തേക്കിന് പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല, ചെറിയൊരു ഡിസൈനുള്ളൊരു എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പോയിലറിൻ്റെ അവിടെ ഫെറാറി ബാഡ്ജിങ്ങും അതിന് താഴെ ലോഗോയും ലൈസൻസ് പ്ലേറ്റിൽ ബെർലിനെറ്റയുടെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. ഇനി ഇതിന് 2 ഡോറാണുള്ളത്. ആ 2 ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബോണറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റും. ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതൊരു സോളിഡ് പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അണ്ടർ ബോഡി നോക്കുകയാണെങ്കിൽ ടയേഴ്സ് എല്ലാം ഫ്രീലി റൊട്ടേറ്റബിൾ ആണ്. ഇനി ചെറുതായിട്ട് എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഡിസൈനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയേഴ്സ് സ്റ്റിയറബിൾ ആണ്. ചെറുതായിട്ട് ടിൽറ്റാന്ന് കാണാൻ സാധിക്കും. പക്ഷെ അത് സ്റ്റിയറിങ്ങുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ഇനി
ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ആണ്. ഇൻറ്റീരിയറിൽ ബേജും ബ്ലാക്കും കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ബുറാഗോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലുള്ള എൻജിൻ സ്റ്റാർട്ട് ബട്ടണും മറ്റ് ബട്ടണുകൾക്കും വേറെ കളർ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഡാഷ്ബോർഡിന് നടുവിലായി ഫെറാറിയുടെ ബാഡ്ജിങ്ങും റൈറ്റ് സൈഡിലായി F12 ബെർലിനെറ്റ എന്ന ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. റിയർ വ്യൂ മിററുകൾക്ക് ശരിക്കും മിററിൻ്റെ ഒരു പീസ് തന്നെയാണ് ബുറാഗോ കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തേത് ഇതിൻ്റെ എൻജിനാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ബുറാഗോ ഇതിൻ്റെ എൻജിൻ കൊടുത്തിരിക്കുന്നത്. ബെർലിനെറ്റയുടെ എൻജിൻ എങ്ങനെയാണോ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എൻജിൻ കൊടുത്തിരിക്കുന്നത്. ബെർലിനെറ്റയുടെ എൻജിൻ എന്ന് പറയുന്നത് ഒരു 6.3 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V12 എൻജിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്നുള്ളത് 731 bhpയും മാക്സിമം ടോർക്ക് എന്നുള്ളത് 690 Nm. ഇതിന് 0 to 100 km/h അച്ചീവ് ചെയ്യാൻ 3 സെക്കൻഡ് മാത്രം മതി. അടുത്ത എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഡീറ്റെയിലിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങിലുള്ള ഡീറ്റെയിലിംഗ് അതിനൊരു എക്സാമ്പിളാണ്. അതുമാത്രമല്ല ഇതിൻ്റെ പെഡൽ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് പെഡലിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല അകത്തുള്ള റിയർ വ്യൂ മിററിൽ പോലും മിററിൻ്റെ ഒരു പീസ് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ വൈപ്പേഴ്സാണ്. അത് വിൻഷീൽഡിൽ ഒരു പ്രൊജക്ഷൻ പോലെ കൊടുക്കാതെ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് പീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലാണ് അതുവഴി കിട്ടുന്നത്. ഇനി എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം. അത് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നമാണ്. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നോൺ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് പോലും ഒരു ഫിനിഷിങ്ങും അവിടെ കൊടുത്തിട്ടില്ല. അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്താണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്താണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ 1/24 സ്കെയിലിൽ ഫെറാറിയുടെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ മോഡൽ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡൈകാസ്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായും എനിക്കത് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് ടോയ് ആയിട്ട് മേടിച്ചു കൊടുക്കാനും നല്ലൊരു പ്രോഡക്റ്റാണിത്. ഇനി ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഡൈകാസ്റ്റ് മോഡലിൻ്റെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.